ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുന്ന പുതിയ ചാനലാണ്. എല്ലാവരും കൂടി സഹായിക്കണം. ഓക്കെ, ഇതിവിടെ അനുമോളെക്കുറിച്ച് നമ്മുടെ ആദിലയും നൂറയും ഇരുന്ന് സംസാരിക്കുകയാണ്. ആദിലയോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഫലിപ്പിച്ചു കൊടുക്കുന്നത് നൂറയാണല്ലോ. നൂറ പറയുന്നുണ്ട്, നീ ഒരിക്കലും അനുമോളെ വിശ്വസിക്കരുത്. ഇവിടെ ഫ്രണ്ടാണെന്ന് വെച്ച് പുറത്തിറങ്ങിയാൽ മിണ്ടണം എന്നില്ല, നോക്കണം എന്നില്ല. അങ്ങനെ പല സ്ഥലത്തും പല ബിഗ് ബോസിലും ഉണ്ടായിട്ടുണ്ട്. അതായത് ഉള്ളിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കാണിക്കും, പുറത്തിറങ്ങിയാൽ നമ്മൾ നോക്കുക പോലുമില്ല, മിണ്ടുക പോലുമില്ല. അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് നല്ല റിലേഷൻ ആണെങ്കിൽ നമുക്ക് തുടരാം, എന്നല്ലാതെ നീ ഇവിടെ വലിയ അറ്റാച്ച്മെൻറ്റ് കാണിക്കരുത്, നീ അനുമോളെ വിശ്വസിക്കാനേ നിൽക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ആദ്യക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനൊന്നും അതിന് മറുപടി ഒന്നും പറയുന്നില്ല, മിണ്ടാതിരിക്കുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് അക്ബറിനെ വിശ്വസിക്കുക? ഇയാൾ എങ്ങനെ വിശ്വസിക്കും? ഞാൻ ടൂറിന് വന്ന പോലെയാണ് എന്നാണ് അയാൾ പറയുന്നത്. ഇവിടെ വെക്കേഷൻ മൂഡിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. ലാലേട്ടനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, വെക്കേഷൻ മൂഡിലാണോ നൂറ ഇരിക്കുന്നതെന്ന്. അയ്യോ ബേബി, അപ്പം തന്നെ അതിൽ പറയുന്നുണ്ട്, അയ്യോ ബേബി, അത് ലാലേട്ടൻ നിന്നെ പറഞ്ഞതല്ല, അക്ബർ അതങ്ങനെ നിന്നെ പറഞ്ഞത് ശരിയാണോ എന്ന് അക്ബറിനോട് ചോദിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നൂറ് ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ എന്താ ഞാൻ ശരിക്കും ഇവിടെ എന്താ ടൂർ പോകുന്ന മൂഡിലാണ് ഇരിക്കുന്നത് എന്ന് അക്ബറിനോട് ചോദിച്ചു. അപ്പോൾ അക്ബറിൻ്റെ കുറേ കാര്യങ്ങൾ എന്താ എന്നോട് ചോദിക്കാത്തത്? അപ്പോൾ ലാലേട്ടൻ അത് വിശ്വസിച്ചു എന്നല്ലേ പറയുന്നത്? അല്ല ബേബി, അത് അക്ബർ അത് ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നൂറയെക്കുറിച്ച് പറയാൻ കാരണം എന്ത് എന്ന് ചോദിച്ചറിഞ്ഞതാണെന്ന് പറയും. അപ്പോൾ അക്ബറിനെയും അതുപോലെ തന്നെ അനുമോളെയും ഒരിക്കലും വിശ്വസിക്കരുത്. അതായത് അനുമോളെ വിശ്വസിക്കരുതെന്ന് പറയുന്നത്, നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോൾ ഒന്ന് നോക്കണം, പുറത്ത് പോയിട്ട് മതി ഫ്രണ്ട്ഷിപ്പ്. ഇനി ഇവിടെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് അടുത്ത് കഴിഞ്ഞ് പുറത്ത് പോയിട്ട് ഇവർ മിണ്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ നമുക്ക് ഒരു ആഘാതമായിട്ട് മാറും. അതുകൊണ്ടാണ് നൂറ അങ്ങനെ പറഞ്ഞത്. ഓക്കെ.